ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ പീനട്ട് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എന്നും പറയുന്നത് പോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. പീനട്ട് ബിസ്ക്കറ്റ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ 1/4 കിലോ പീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിലെ തൊലികളെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തൊലികളെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. കപ്പലണ്ടിയിലെ തൊലികളെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ പീനട്ടെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പീനട്ട് നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബട്ടർ മാത്രമായിട്ട് കഴിക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഈ ബട്ടർ മാത്രം തേച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ പീനട്ട് ബിസ്ക്കറ്റാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ച് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് നമുക്ക് കിട്ടും. ഇതിലെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ബോൾസുകളാക്കി മാറ്റിയതിന് ശേഷം ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് റെഡിയാക്കാം. ഇതിപ്പോൾ ഞാൻ പീനട്ട് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മാവൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പീനട്ട് ബിസ്ക്കറ്റ് വെച്ചതിന് ശേഷം ബേക്ക് ചെയ്യാം. ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പീനട്ട് ബിസ്ക്കറ്റ് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 45 മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പീനട്ട് ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സ്വീറ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടുമുള്ള നമ്മുടെ പീനട്ട് ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്